ഹലോ ഗൈസ്, എല്ലാവർക്കും ആഗസ്റ്റ് വെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡനിങ് ആൻഡ് കൃഷി. ഓക്കെ, അപ്പം അമ്മ ഇവിടുന്ന് മാനുഫാക്ചറിങ് ചെയ്യാണ്. ഓക്കെ ഓക്കെ എന്ന് വെച്ചാൽ ഒരു വ്യായാമം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തതായിട്ട് കോഴിക്കുട്ടി പോയി മുട്ട എടുക്കണം, അതിനുശേഷം തടവെടുക്കണം, ചെടി നടണം, പിന്നെ പ്ലാവ് നടണം, കുറച്ച് അലങ്കാര ചെടികളുണ്ട് അത് പോർട്ടിൽ നടണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അടി ചെന്നിട്ട് നമുക്ക് സെൽഫി സ്റ്റിക്കിലോട്ട് ഇതാക്കട്ടെ ഗൈസ്. ക്യാമറ ഫ്രണ്ട്സ്, നമുക്ക് ബാക്കി തടയാൻ കൂടെ എടുക്കാം. ഇവിടെ ബോർഡ് അടിക്കാൻ പോയാണ്. ശർമ്മയുടെ കൃഷിയില്ല, ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല, ആർക്കും പ്രവേശനമില്ല ഗൈസ്, ആർക്കും. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അല്ല ശർമ്മ, ഇപ്പാണോ തോന്നിയത്? അമ്മ ഉദ്ദേശിച്ചു തന്നെയാണോ? തുമ്പുമ്പോയിട്ടെങ്കിൽ നന്നാടി അല്ലേ ഇതിന്? മമ്മട്ടേ നല്ലത്. ഇച്ചിരി ഞാൻ വെട്ടട്ടെ? വേണ്ട. സ്റ്റാൻഡിങ് പീസ് ഒരു മണ്ണിയേനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കോഴിക്കൊടുക്കാം. കോഴിക്കല്ലേ, വാഴക്ക് വാഴ ആ, ഒരു വാഴക്ക് കൊടുക്കാം. അലിഗേറ്റർ കഴിക്കുമോ? പിന്നെ ചക്കറ് കഴിക്കും, അഴി കഴിഞ്ഞാൽ കഴിക്കും. പറഞ്ഞോ വല്ല പറഞ്ഞു കൊടു. നമുക്കെന്തായാലും ഒന്ന് തടം കുമ്മായം ഉണ്ടോ? ചെടി കണ്ടോ, ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും. കണ്ടോ കണ്ടോ ഗൈസ്, ഇങ്ങനെ പൊക്കിയെടുത്ത് നട്ട്. ആദ്യം വഴുതനങ്ങ തന്നെ നട്ടിട്ടുണ്ട്. ഇനി വഴുതനങ്ങളുടെ കൂടെ നമുക്ക് പച്ചമുളക് നടണം. അപ്പുറത്തപ്പുറത്തായിട്ട് പച്ചമുളകാണ് ഈ കാണുന്നത്. ആദ്യം കുഴി കുഴിക്കണം. ഈ ഒരു ഗ്യാപ്പ്, നല്ല ഗ്യാപ്പിട്ട് നട്ടാൽ നല്ലതായിരിക്കും. ഇച്ചിരി ഗ്യാപ്പിടാം ഗൈസ്, ഇച്ചിരി ഇടണം ഗൈസ്, എനിക്ക് കൃത്യമാകണില്ല. ഇത്രയും ഗ്യാപ്പിട്ട് നമ്മൾ നടിയാണ് പച്ചമുളക്. നമ്മൾ പച്ചമുളക് നട്ടു. അപ്പം ഇവിടെ അടുപ്പിച്ച് ഞാൻ പച്ചമുളക് നടിയാണ്. ഓക്കെ, ഇവിടെ ഞാൻ തീരുമാനിച്ചു ഗൈസ്, എനിക്ക് അത്ര പ്രവേശനമുള്ളൂ. ഓക്കെ, നിങ്ങൾ കമന്റ് ഇട്ടാണെങ്കിൽ പ്രവേശനമുണ്ട് ഗൈസ് എല്ലാവർക്കും. നിങ്ങൾ കമന്റ് ഇടണം, കമൻ്റൊക്കെ തീരെ കുറവ്, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങണമെന്നുണ്ട്, പക്ഷേ ശരിയാതില്ല ഗൈസ്. ഗെയിമിംഗ് ചാനൽ വേണ്ട, ഞങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടായിരിക്കും. രണ്ട് ചാനലും കൂടി കൊണ്ടുപോയി ഗെയിമിംഗ് ചാനൽ പറ്റത്തില്ല. ഇനി എല്ലാത്തിനും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൃഷിയിലോട്ടാണ് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഇന്നലെ ആ സാറ് നമ്മളോട് പറഞ്ഞായിരുന്നു ഗൈസ്, ഇനി കൃഷിയിലോട്ട് കൃഷി നല്ലപോലെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ആ സാറ് പറഞ്ഞുകൊണ്ട്, സാറാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ട് സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി കൃഷികൾ ചെയ്ത് തുടങ്ങി. ഫ്രണ്ട്സ്, അടുത്തതായി നമുക്ക് ഇവിടെ ആയിട്ട് കാന്താരിക്ക് ഞാൻ പ്രത്യേകിച്ച് കെയർ കൊടുക്കാം ഗൈസ്, അത്യാവശ്യമാണ്. ഞാൻ മുഹമ്മയിൽ കാന്താരി കൊടുക്കാൻ പോയപ്പോൾ ഒരു ചേട്ടനോട് പറഞ്ഞു ഗൈസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ അമ്മ? അമ്മയുടെ ഞാൻ പറഞ്ഞായിരുന്നു ആ കാര്യം. എടാ, ഇപ്പോഴത്തെ കാന്താരി ഒന്നും ഇപ്പം ഉപയോഗശൂന്യ സാധനമാണ്, പറമ്പിന് ഭാരമാണെന്നൊക്കെ പറഞ്ഞു ഒരു കയറ് വിൽക്കണ ചേട്ടൻ. അപ്പം
നിങ്ങൾ തന്നെ ഗൈസ് ആ പറഞ്ഞ് ശരിയാണോ എന്ന് പറയുക. ഓക്കെ, കാന്താരി ഉപയോഗിച്ചു തന്നെയാണോ? കാന്താരിയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, ആ ചേട്ടൻ ഞങ്ങളെ എന്നെ നിരുത്സാഹപ്പെടുത്തിയാണ് അല്ല സങ്കടപ്പെടുത്തിയതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ അറിയില്ല. എനിക്ക് എന്തായാലും എപ്പോഴും അത് ഉള്ളിൽ തട്ടുന്നുണ്ട്. അപ്പം എപ്പോഴും തോന്നാറുണ്ട്, ഓർക്കാറുണ്ട് ആ കാര്യം. അപ്പം നിങ്ങൾ പറ ഗൈസ്, കാന്താരി ഉപയോഗിച്ച് സാധനമാണോ? ഇത്രയ്ക്കും ഗുണമുള്ള സാധനം ഉപയോഗിച്ച് സ്ട്രോക്കിനൊക്കെ എത്ര നല്ലതല്ലേ കാന്താരി? സ്ട്രോക്കിനൊക്കെ രക്ഷപ്പെട്ടിട്ടില്ലേ കുറേ ആൾക്കാർ കാന്താരി കാരണം? അതെ ഗൈസ്, നിങ്ങൾ പറ ഗൈസ്, നിങ്ങൾ തന്നെ പറ, ഉപയോഗശൂന്യമായ സാധനമാണോ കാന്താരി? കാന്താരിയുടെ കൊളസ്ട്രോളിനും അനവധി രോഗങ്ങൾക്കും നല്ലൊരു ഔഷധ സസ്യ ഉപരി ഒരു അത്ഭുത ഫലമാണ് കാന്താരി അല്ലേ? അതാണ് ഇച്ചിരി എരിവുണ്ടായെന്നേ ഉള്ളു ഗൈസ്, അതേ ആൾക്ക് തെറ്റ് പറ്റിയിരുന്നു. അതൊരു മധുര പല സാധനമായിരുന്നെങ്കിൽ അത് ഇപ്പം ഈ റേഞ്ചിലൊന്നും നിൽക്കുന്ന സാധനം അല്ല കാന്താരി അല്ലേ? അതെ ഗൈസ്, സത്യമായിട്ട് പറയാം ഗൈസ്, ഈ റേഞ്ചിലൊന്നും നിൽക്കുന്ന സാധനം അല്ല കാന്താരി. നല്ല മധുരവും പുളിയൊക്കെയുള്ള സാധനമായിരുന്നു. മത്തിക്കറിയിൽ കാന്താരി ഇടുന്നു അല്ലേ? നമ്മളിടാറുണ്ട് മത്തിക്കറി, ഇഷ്ടം പോലെ കാന്താരി. അവിടെ കാന്താരി, ഇവിടെ കാന്താരി, എല്ലായിടത്തും കാന്താരി വ്യാജവാദിയാണ് ഗൈസ്. കാന്താരി ഒക്കെയാണ് കുക്കുംബർ ഇവിടെ. ഓക്കെ, നല്ല വളക്കൂറുള്ള മണ്ണാണ് ഗൈസ്. ആഹാ, നമുക്കിവിടെ അടുത്ത് കുക്കുംബർ നട്ട് കൊടുക്കാം ഇവിടെ ആയിട്ട്. പക്ഷേ അകത്തി കത്തി നട്ടാൽ നല്ലതായിരിക്കും. കുക്കുംബറാണെങ്കിൽ അടുപ്പിച്ചിട്ടാലും കുഴപ്പമില്ലല്ലേ അമ്മേ? പൊക്കത്തോടല്ല കയറണത് അല്ലേ? എന്തിന് കുഴിക്കാനായിട്ട് വേണം, കൈ കൊണ്ട് വേണം, അന്നേരം ചെടിയിൽ ഞാനോട്ട് ഇച്ചിരി ബന്ധം കൂടുള്ളൂ അല്ലേ? ഓക്കെ ഗൈസ്, നട്ടിട്ടുണ്ടല്ല, എനിക്ക് വല്ലാത്തൊരു കുളിർന്നാ ഗൈസ്. ഇനി അടുത്ത് കയറണം, വാ ഗൈസ്. ഇനി ഇത് പൊട്ടിക്കാം. ചെറുതായൊക്കെ അമ്മ ആദ്യം പൊട്ടിച്ചായിരുന്നു ഗൈസ്. നമ്മളിതേപോലെ ഇങ്ങനെ പൊട്ടിക്കുകയാണ്. പക്ഷെ അമ്മ പകുതി പൊട്ടിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പാലത്തിനും വെച്ചായിരുന്നു ഏതാ തൊണ്ട് ഈർപ്പം നിൽക്കാനാണോ? അടിയിലോട്ട് വേറെപ്പം കഴിക്കാനാണ്. തൊണ്ടിലോട്ടല്ലേ? തൊണ്ടിലോട്ട് വയ്ക്കും. ഒന്ന് ഉടച്ച് വെക്കണം. എരിവുണ്ട് നോക്കി, മൊത്തം ഉടച്ച്. അപ്പോൾ ഗൈസ് നമുക്കതേ എന്തായാലും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ശരി, ചാകരിച്ച് പറയണം. മണ്ണിടാം. നമുക്ക് എന്തായാലും കൈ കൊണ്ട് തന്നെ മണ്ണിട്ടേക്കാം. ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ ഇവിടുന്ന് എല്ലാവർക്കും ചക്ക കിട്ടും ഗൈസ്. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞ് വാ കേട്ടോ, എല്ലാവർക്കും ഇവിടെ ചക്ക കിട്ടുന്നതായിരിക്കും. ഇനി ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഷൂട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം ബൈ ഗൈസ്, ലവ് യു ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.